ഹായ് എവരിവൺ, വെൽക്കം ടു ചാനൽ സ്വാസ്ഥ ഫുഡ്സ്. ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പനീർ മട്ടർ പുലാവാണ്. ഇപ്പോൾ ലഞ്ച് ബോക്സിൽ വെച്ച് കൊടുക്കുന്നത്, അതുപോലെ തന്നെ ഡിന്നറിനൊക്കെ ഉണ്ടാക്കാൻ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണിത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇപ്പോൾ പനീർ പുലാവ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഗ്യാസിലൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇനി പാൻ ചൂടാക്കി മീഡിയത്തിലൂടെ 2 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കാം. ഇതിലൂടെ ഞാൻ 200 ഗ്രാം പനീർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ചെറുതായിട്ട് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ലൈറ്റ് ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇപ്പോൾ ഒന്ന് മാറ്റി വെക്കാം. ഇനി ഗ്യാസിൽ ഒരു പാൻ വെക്കുക. ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി എണ്ണ ചൂടാക്കി കഴിയുമ്പോഴത്തോട്ട് 1/4 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുക. ഇതിനകത്തോട്ട് 4-5 കാഷ്നട്ട് ഇട്ട് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ചൂടാക്കുക. ഇതിനകത്തോട്ട് ഒരു സവാള അരിഞ്ഞിട്ട് കൊടുക്കുക. നല്ലോണം വഴറ്റുക. ഇപ്പോൾ ഉള്ളി നല്ലോണം വഴണ്ടിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ട് കൊടുക്കാം. 1 മിനിറ്റ് ഒന്ന് ചൂടാക്കുക. ഇതിൻ്റെ അകത്തോട്ട് 2 പച്ചമുളക് അരിഞ്ഞത്, 1 ക്യാരറ്റ് ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞത്, ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റുക. ഇതിൻ്റെ അകത്തോട്ട് 1 ടൊമാറ്റോ ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. ഇത് നല്ലോണം വഴറ്റുക. ഇനി ഒരു 1/4 കപ്പ് മട്ടർ പച്ചമുളക്, 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഇത് നല്ലോണം ഒന്ന് വഴറ്റുക. ഈ ലോ ഫ്ലെയിം വെച്ചിട്ട് മസാല ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല. ഈ മസാല എല്ലാം ഒന്ന് ചൂടാക്കാം. ഇനി ഇതിൽ നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന പനീർ ഇട്ട് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലോട്ട് ചോറിട്ട് കൊടുക്കാം. നമ്മൾ കുക്ക് ചെയ്ത് വെച്ച് ചോറിട്ട് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്യുക. പനീർ മുറിഞ്ഞു പോകാത്തതുകൊണ്ട് വേണം മിക്സ് ചെയ്യാൻ, സോഫ്റ്റായിട്ട്. ഇവിടെ പനീർ പുലാവ് അവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഇതിലോട്ട് കുറച്ച് മല്ലിയിലയും ഇട്ട് കൊടുക്കുക. അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് 2 മിനിറ്റ് ഇങ്ങനെ വെച്ചേക്കും. അതിനുശേഷം ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഇതിലേക്ക് ക്ലിക്ക് ചെയ്യുക, ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടുക. താങ്ക് യു.